ഇത് UK നിന്ന് വേറൊരു നേഴ്സാണ്. ഇത് പുറത്തുനിന്ന് കുറേ പേഷ്യൻ്റ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടാത്ത കാരണം അവർക്ക് 31 വയസ്സ്, നോ പ്ലഷർ ഇൻ സെക്സ്. ഇവർക്ക് നേരത്തെ ഒരു പേഷ്യൻ്റ് ഓർഗാസം ഇല്ലാത്തല്ലേ, ഇതിന് പ്ലഷർ ഇല്ല, പിന്നെ എന്ത് തൊട്ടാലും ഒന്നും തോന്നുന്നില്ല. വെജാനിസ്മസ്, PCOS, ഇൻഫെർട്ടിലിറ്റി, ഹസ്ബൻഡിന് പ്രിമച്ചുർ എജാക്കുലേഷൻ. അത് പിന്നെ പ്ലഷർ ഇല്ലാത്തതിന് കാരണം ചിലപ്പോൾ അതായിരിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. എനിവേ ഇവർ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് ഫോർ ആങ്സൈറ്റി എടുക്കുന്നുണ്ട്. ചൈൽഡ്ഹുഡിൽ ഫൈറ്റിംഗ് പേരൻസ്, ഇറസ്പോൺസിബിൾ ഫാദർ, ആൽക്കഹോളിക് ഫാദർ, അതായത് ഈ പെൺകുട്ടിയുടെ ഫാദറും മദറും എപ്പോഴും ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇവർ ഭയങ്കര പേടിച്ച് കരഞ്ഞിരിക്കുമായിരുന്നു, വയലൻ്റ് ആയിരുന്നു ഫാമിലി. പ്രശ്നങ്ങൾ, ഫാദർ ഇഷ്യൂസ്. അപ്പോൾ ഇനി സെക്ഷൽ പ്ലഷർ ഇല്ലാത്തതിന് ഒരു റീസൺ മേ ബി അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമ ആയിരിക്കാം. ഇവർ UK നിന്ന് അവരോട് IVF ചെയ്യാൻ പറഞ്ഞു നേരെ. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അവർ ഈ ഇഷ്യൂസൊന്നും അവർ മേ ബി എടുത്തിട്ടുണ്ടാവില്ല. പിന്നെ ഇവരുടെ സ്വഭാവത്തിൽ പെർഫെക്ഷനിസം, ADHD, OCD. ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ട്രീറ്റ് ചെയ്യാൻ. ഈ പെർഫെക്ഷനിസം, OCD ഒക്കെ ഡിഫിക്കൽട്ടാണ് ട്രീറ്റ് ചെയ്യാൻ. കൗൺസിലേഴ്സ് തല കുത്തി നിന്ന് വെള്ളം കുടിക്കുന്നതൊക്കെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ കുറേ സെക്ഷൽ കൗൺസിലിങ്, എന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡ് ഹീലിങ്ങിന് നമ്മൾ കുറേ ഹീലിംഗ് ഇതൊക്കെയുണ്ട്, അതൊക്കെ ചെയ്യിപ്പിച്ചു. മെഡിറ്റേഷൻസ്, മസാജസ്, ഫെൻഡൻസ്, സെക്ഷൽ കൗൺസിലിംഗ്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. ഇവർക്ക് കുറേ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇവർ രണ്ടാളും ചെയ്യിപ്പിച്ചു. പിന്നെ പ്രിമച്ചുർ എജാക്കുലേഷൻ ആൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള തെറാപ്പികളും ട്രീറ്റ്മെൻറ്റും മരുന്നും കൊടുത്തു. ഇവരുടെ SI ഓക്കെ, അതായത് സെക്ഷൽ ഇൻ്റർകോഴ്സ് ശരിയായി എന്ന് എഴുതിയിട്ടുണ്ട്. സ്റ്റോപ്ഡ് സൈക്കാട്രിക് മെഡിസിൻസ്, അവർ ആങ്സൈറ്റിക്ക് കഴിച്ചിരുന്ന മരുന്നെല്ലാം നിർത്തി അത് കഴിഞ്ഞപ്പോൾ എന്ന് എഴുതിയിട്ടുണ്ട്. അതൊരു അച്ചീവ്മെൻ്റ് ആണ് ആക്ച്വലി.